മോൻ പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും എന്നെ ഇവിടെ സാക്ഷ്യം പറയാൻ നിർത്തിയതിന് ഞാൻ ആദ്യമായി നന്ദി പറയുന്നു. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, എനിക്ക് വളരെ കൊല്ലങ്ങളായിട്ട് 7 വർഷത്തിൽ കൂടുതലായിട്ട് എനിക്ക് നടുവേദനയും സ്പോണ്ടിലോസും ഉണ്ടായിരുന്നു. അതുപോലെ ഒരു 20 കൊല്ലത്തിന് മേളിലായിട്ട് എനിക്ക് കാലിൻ്റെ അടിയിലൊരു ചൊറിച്ചിലുണ്ടായിരുന്നു. അത് ഒരു ചെറിയ സ്പോട്ട് മാത്രമേ ഉള്ളൂ, പക്ഷേ അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്നറിയില്ല. അത് വന്നു കഴിഞ്ഞാൽ എനിക്ക് സോക്സ് ഇടുവാനോ ഷൂ ഇടുവാനൊന്നും സാധിക്കത്തില്ലായിരുന്നു. അപ്പോൾ എൻ്റെ കാല് ഭയങ്കരമായിട്ട് ചൊറിഞ്ഞ് പൊട്ടും. അപ്പോൾ പൊട്ടിക്കഴിഞ്ഞ് നീട്ടിലായി കഴിഞ്ഞാൽ പിന്നെ ഞാനങ്ങ് കുറച്ച് 2-3 ദിവസത്തേക്ക് കുഴപ്പമില്ല, വീണ്ടും അത് വരും. അപ്പോൾ ഞാനത് മൂലം വളരെയധികം ബുദ്ധിമുട്ടി. ഞാൻ ഉസ്ബെക്കിസ്ഥാനാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2020 ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് ഞാൻ തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. എനിക്ക് കമ്പനിയിൽ കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിന് നിമിത്തം ഞാൻ ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് തിരിച്ചു പോന്നു. 2020 കൊറോണയുടെ കാലത്തായിരുന്നു തിരിച്ചു വന്നത്. അപ്പം നടുവേദന ഉള്ളതുകൊണ്ട് വന്നതിന് ശേഷം എനിക്ക് സ്ഥലമുണ്ട്. അപ്പം ഏലകൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ടൂൾ സെൻറ്ററിൽ ജോലിയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും കൊണ്ടാണ് അതിൻ്റെ അകത്ത് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഏലകൃഷി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അതിൻ്റെ അകത്ത് എന്തെങ്കിലും കഷ്ടപ്പാടുണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതലും പണികൾ ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് നടുവേദന ഉള്ള കാരണം എനിക്ക് കൂടുതലായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ കൂട്ടത്തിൽ ടെന്നീസ് എൽബോയുടെ വന്നു. അപ്പം ഒട്ടും ചെയ്യാൻ മേലാത്ത അവസ്ഥ വന്നു. ഞാൻ കുറേ വൈദ്യന്മാരെയും ഡോക്ടർമാരെയും കണ്ടു, പക്ഷേ എനിക്ക് നടുവേദന മാറുന്നുണ്ടായിരുന്നില്ല. ഉസ്ബെക്കിസ്ഥാനിൽ വെച്ച് തന്നെ എനിക്ക് നടുവേദന വന്നിട്ട് ഞാനങ്ങ് കൂനിപ്പോവായിരുന്നു. അപ്പം എനിക്ക് അവിടുന്ന് ഒരു 6 ദിവസത്തോളം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു, എന്നിട്ടൊന്നും കുറവ് വന്നില്ല. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ നിന്ന് നിർത്തി പോരേണ്ട അവസ്ഥയായിരുന്നു. കമ്പനിയും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നിർത്തി പോരുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഒരു വൈദ്യൻ്റെക്ക് തിരുമിക്കാനായിട്ട് പോയി. അപ്പോൾ അവിടെ വെച്ചാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. അപ്പോൾ പുള്ളി എന്നോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പക്ഷേ ഞാനെല്ലാം കേട്ടു എന്നല്ലാതെ എനിക്കതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് ഗവനിക്കാനായിട്ട് പോയില്ല. ഒരു ദിവസം ഞാൻ വൈകുന്നേരം യൂട്യൂബിൽ, സാധാരണ നമ്മൾ യൂട്യൂബിൽ സ്ക്രോൾ ചെയ്ത് പോകുന്ന പോലെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു സാക്ഷ്യം കയറി വന്നു. അപ്പോൾ ഞാനത് കേട്ടു കഴിഞ്ഞപ്പം പിന്നെ ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കുവാനായി തുടങ്ങി. അപ്പോൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു, ഞാൻ എങ്ങോട്ട് നോക്കുമ്പോഴും മാതാവിനെ കാണാൻ പറ്റുന്നത്, ഇതെന്നെ ഇങ്ങനെ, എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, നിങ്ങളെ മാതാവ് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കൃപാസനത്തിൽ പോവാം. അപ്പോൾ വരാൻ തീരുമാനിച്ച് അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല. ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാനിവിടെ വന്നു, ഉടമ്പടി എടുത്ത് ഞാനിവിടുന്ന് പോയി. ഒരു 6-7 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, എൻ്റെ കാലിൻ്റെ അടിയിൽ ഒരു ചൊറിച്ചിലുണ്ടായിരുന്നല്ലോ, അതെന്തുകൊണ്ടാണ് ഇപ്പോൾ ഇല്ലാത്തത്. അപ്പോൾ എനിക്കത് പൂർണ്ണമായിട്ടും മാറി. അന്ന് തൊട്ട് ആ ചൊറിച്ചിൽ വന്നിട്ടേ ഇല്ല. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ എനിക്ക് ജോലിയായി. എന്നെ പഴയ കമ്പനിയിലേക്ക്, ഉസ്ബെക്കിസ്ഥാനിലേക്ക് അവിടെ നിന്ന് കമ്പനിയിലേക്ക് തിരിച്ചു വിളിച്ചു, പ്രൊമോഷനോടെ തിരിച്ചു വിളിച്ചു. ഞാൻ അവിടേക്ക് കടന്നു പോവുകയുണ്ടായി. അവിടെ ചെന്നപ്പോൾ ആദ്യത്തെ ഉടമ്പടി എനിക്ക് കൃത്യമായിട്ട് പാലിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇല്ല. ഞാൻ പേപ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തു എന്നല്ലാതെ അത്ര ആത്മാർത്ഥമായിട്ടൊന്നുമല്ല ചെയ്തത്. എന്നാലും വീടുകളിലൂടെ കൊണ്ടു നടന്നത്, ഞങ്ങളുടെ ഇടവക വീടുകളിലാണ് കൊണ്ടു നടന്ന് കൊടുത്തതൊക്കെ. അപ്പം അല്ലാതെ ബാക്കിയുള്ള ആൾക്കാരുടെ ഒരിക്കലൊന്നും പോവുകയോ കൊടുക്കുകയോ ഒന്നും ചെയ്തില്ല ഞാൻ. അങ്ങനെ ഞാൻ ഉസ്ബെക്കിസ്ഥാനിലേക്ക് കടന്നുപോയി. അവിടെ ചെന്നപ്പോൾ വീണ്ടും എൻ്റെ കൂട്ടുകെട്ടുകളും, ഞാനവിടെ നല്ലപോലെ മദ്യപിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ പഴയ കൂട്ടുകെട്ടും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അവരെന്നെ ഡിസംബർ ആയപ്പോഴത്തേക്ക് ക്രിസ്മസ് അല്ലേ, നമുക്കൊന്ന് കൂടാം എന്നൊക്കെ പറഞ്ഞ് അവരെന്നെ വിളിച്ചു. ഞാനൊരു പെഗ് കഴിച്ചിട്ടുണ്ടാവും ആദ്യത്തെ ദിവസം. രണ്ടാമത്തെ ദിവസം അത്രയും കഴിച്ചിട്ടുള്ളൂ, കൂടുതലൊന്നും കഴിച്ചില്ല. പക്ഷേ മാതാവ് പണി തരുമെന്ന് പറഞ്ഞ കറക്റ്റാണ്. 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കാലിൻ്റെ അടിയിലെ ചൊറിച്ചിൽ പഴയതുപോലെ തിരിച്ചു വന്നു. എനിക്ക് ഷൂ ഇടാൻ പറ്റത്തില്ല, കാലിൽ ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ. ഞാൻ അന്നേരത്തെ എൻ്റെ തെറ്റ് മനസ്സിലാക്കി. എനിക്ക് പരിശുദ്ധ അമ്മ തന്ന കൃപയാണ് ഇതെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി. ഞാൻ അന്ന് വൈകുന്നേരം അമ്മയുടെ മുമ്പിൽ നിലവിളിക്കുകയാണ് ചെയ്തത്. നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അമ്മയോട് പറഞ്ഞു, എൻ്റെ തെറ്റുകൾ എന്നോട് പൊറുക്കണമേ. 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കാലിൻ്റെ അടിയിലെ ചൊറിച്ചിൽ എനിക്ക് പൂർണ്ണമായിട്ടും മാറി. പിന്നെ ഇന്ന് വരെ അതെനിക്ക് വന്നിട്ടില്ല. ഞാനിപ്പോൾ ഉസ്ബെക്കിസ്ഥാനിൽ ചെന്നിട്ട് 1 വർഷവും 2 മാസവുമായി. ഇതിനിടയ്ക്ക് ഡിസംബർ മാസത്തിൽ ഞാൻ നിർത്തിയ കള്ളുകൂടി ഇന്ന് വരെ തുടങ്ങിയിട്ടില്ല. വേറെ
പിന്നെ അവിടെ എനിക്ക് മാതാവ് ചെയ്തു തന്ന അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു കമ്പനി ആകുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷേ അതിൽ നിന്നെല്ലാം എന്നെ വളരെയധികം മാതാവ് കരുണയോടെ കാത്തു. മാതാവ് എന്നെ പരിരക്ഷിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങളും ഈശോ എനിക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. ഒരു ചെറിയ തെറ്റ് പോലും എന്നിൽ നിന്ന് വന്നാൽ ഈശോ എന്നോട് പറയും, നീ ചെയ്തത് തെറ്റാണ്. എനിക്ക് കുമ്പസാരിക്കാൻ, എനിക്ക് ലാംഗ്വേജ് അറിയില്ല, ഇംഗ്ലീഷ് നല്ലപോലെ എനിക്ക് അറിയില്ല. ഞങ്ങളവിടെ സംസാരിക്കുന്നത് റഷ്യനാണ്, പിന്നെ അത്യാവശ്യം ഉസ്ബക്കുണ്ട്. അപ്പം ഈ 3 ലാംഗ്വേജുകളാണ് അവിടെ ഞങ്ങൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഹിന്ദിയുണ്ട്. ഞങ്ങളുടെ കമ്പനി ഒരു ഇന്ത്യൻസ് നടത്തുന്ന കമ്പനി. അപ്പോൾ അവിടെ എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലാത്ത ഒരു പോരായ്മയാണെന്നുള്ളത് എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല. കാരണം എന്നെ മാതാവ് അതുപോലെ കാത്തു പരീക്ഷിക്കുന്നുണ്ട്. കാരണം ജോസഫ് അച്ഛൻ എപ്പോഴും പറയും, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണ് എന്നെ നയിച്ചു കൊണ്ടുപോകുന്നത്. ഞാനിന്ന് ആ കമ്പനിയുടെ ഡയറക്ടറാണ്. എനിക്ക് തന്നെ അറിയില്ല ഞാൻ അവിടെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന്. ഈശോയാണ് എന്നെ വഴി നടത്തുന്നത്. ഈശോയാണ് എന്നെ ഇതുവരെയും കൈപിടിച്ച് നടത്തുന്നത്. ഇനിയും ഞാൻ എൻ്റെ ഈശോടൊപ്പം തന്നെ നിൽക്കും. അതുപോലെ എൻ്റെ സ്വഭാവത്തിൽ വന്ന വ്യത്യാസങ്ങൾ, ആത്മീയ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസം എനിക്കുണ്ടായി. ഞാൻ കൊന്ത ചെല്ലുക എന്ന് പറഞ്ഞാൽ ഒന്ന് ഓടിച്ചു പോകും, അത്രയേ ഉള്ളൂ. പക്ഷേ പിന്നെ ഞാൻ ഒരു മുഴുവൻ കൊന്ത ചൊല്ലാൻ തുടങ്ങി. രാവിലെ ചൊല്ലും, വൈകുന്നേരം ഒരു മണിക്കൂറോളം പ്രാർത്ഥിക്കും. പിന്നെ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാണും. പിന്നെ നടുവേദന വരുമ്പോഴാണെങ്കിലും ഞാൻ എപ്പോഴും തൈലവും ഉപ്പും കഴിക്കുമായിരുന്നു എപ്പോഴും. അപ്പം നടുവേദന അവിടെ വെച്ച്, അതെനിക്ക് പറയാൻ വിട്ടുപോയി, നടുവേദന അവിടെ വെച്ച് വന്നു ഒരു പ്രാവശ്യം. അപ്പം നടുവേദന വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് നടുവേദന കുറച്ചൊക്കെ മാറിയായിരുന്നു. അപ്പം നടുവേദന മാറണമെന്നും ഞാൻ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പം നടുവേദന വന്നപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, ഈ മരുന്ന് കഴിക്കണം എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം എനിക്ക് വൈഫ് ഇടയ്ക്കൊന്ന് വന്നായിരുന്നു അവിടെ. വന്നപ്പോൾ ഞാൻ അവളോട് പറഞ്ഞിട്ട് എനിക്ക് ഗുളികയും മരുന്നുകളെല്ലാം കൊണ്ടു തന്നായിരുന്നു. അപ്പോൾ ഞാനത് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈ വേദന വരുമ്പോൾ ഞാൻ പെട്ടെന്ന് മരുന്നിനെ ആശ്രയിക്കാൻ നോക്കുന്നത്. ഞാൻ തൈലം ഉപയോഗിക്കും, ഉപ്പും ഉപയോഗിക്കും. തൈലം ഉപയോഗിക്കും, ഉപ്പ് ഉപയോഗിക്കുമ്പോൾ എനിക്ക് വേദന പരിപൂർണമായിട്ടും മാറും. പക്ഷേ എൻ്റെ മനസ്സിൽ ഇത് തിങ്കിങ് കിടക്കുന്നതുകൊണ്ട് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് പിന്നെ എനിക്ക് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് എനിക്ക് പിന്നെ നടുവേദനയാണ്. അങ്ങനെ ആയപ്പോൾ ഒരു ദിവസം വൈകുന്നേരം ഞാൻ ഗുളിക കഴിക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ എന്നോട് പറയുന്ന പോലെ എനിക്ക് തോന്നി, നീ ഗുളിക കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമോ. അപ്പോൾ എനിക്കതുകൊണ്ട് കഴിക്കാൻ വലിയ താല്പര്യമില്ല. അപ്പോൾ അന്നത്തെ ദിവസം ഞാനത് കഴിക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ കഴിച്ചു. പിറ്റേ ദിവസം ഈ ക്ഷീണം കാരണം പിറ്റേ ദിവസം അത് വേണ്ടാന്ന് വിചാരിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു, ഇന്നുകൂടെ കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഒരു ദിവസം കൂടെ കഴിച്ചു. അന്ന് കഴിച്ചതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പം എനിക്ക് എൻ്റെ ഈ നടുവിൻ്റെ പുറകു ഭാഗത്തു നിന്ന് ഒരു വേദന ഇങ്ങനെ ഈ സൈഡിലേക്കൂടെ വന്ന് ഇങ്ങനെ കടന്നു പോകുന്ന പോലെ എനിക്ക് തോന്നി. അന്നതിന് ശേഷം ഇന്ന് വരെ ആ നടുവേദന വന്നിട്ടില്ല എനിക്ക്. ഞാൻ ആ ഗുളിക കഴിച്ചിട്ടുമില്ല. മൊത്തം ഗുളികയും അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഞാൻ തൊട്ടുപോലും നോക്കിയിട്ടില്ല. പിന്നെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാൻ ഭയങ്കര ദേഷ്യമുള്ളൊരു വ്യക്തിയായിരുന്നു. പെട്ടെന്ന് ദേഷ്യപ്പെടും. ആരെങ്കിലും എന്തെങ്കിലും ചെറുതായിട്ടൊരു കാര്യം പറഞ്ഞാൽ ആ സെക്കൻഡ് ഞാൻ ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. കമ്പനിയിലാണെങ്കിലും സുഹൃത്തുക്കളോടാണെങ്കിലും വീട്ടിലാണെങ്കിലും വൈഫിനോടാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കറിയില്ല എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന്. എന്നെ ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കി ചീത്ത വിളിച്ചാൽ പോലും എനിക്ക് അയാളോടൊന്നും പറയാനായിട്ട് തോന്നുകയില്ല. ഞാൻ അയാളെ എന്തെങ്കിലും പറഞ്ഞ് രമ്യതപ്പെടുത്താനാണ് നോക്കാറുള്ളത്. അത്രയും വ്യത്യാസം എൻ്റെ ജീവിതത്തിൽ എനിക്ക് കടന്നു വന്നു. പിന്നെ പ്രാർത്ഥന ഒരു ദിവസം രാവിലെ ഈ ഒരു മാസം മുമ്പാണ്, ഒരു 3-3:30 സമയത്ത് ഞാൻ മാതാവിനെ സ്വപ്നം കണ്ടു. അത് ഞാനൊരു പിക്ചറായിട്ടാണ് കണ്ടേ. പക്ഷേ ആ പിക്ചറിൽ മാതാവ് ജീവനോടെ ഉള്ളതുപോലെ എനിക്ക് പിന്നെ കാണാൻ സാധിച്ചു. അപ്പം ഞാൻ എഴുന്നേറ്റു. 3:30 ആയപ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ടോയ്ലറ്റൊക്കെ പോയിട്ട് തിരിച്ച് വന്ന് കുരിശൊക്കെ വരച്ചിട്ട് കിടക്കാൻ തുടങ്ങിയപ്പം എൻ്റെ മനസ്സിൽ പറഞ്ഞു, കിടക്കരുത്, കൊന്തയെല്ലാം പറഞ്ഞു. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്ന് സമ്പൂർണ്ണ ജപമാല ചൊല്ലി 3:30 തൊട്ട്. അത് പിറ്റേ ദിവസം തൊട്ട് ഞാനത് 3 മണിക്കാക്കി. ഇപ്പോൾ എല്ലാ ദിവസവും 3 മണിക്ക് രാവിലെ എഴുന്നേൽക്കും, സമ്പൂർണ്ണ ജപമാല ചൊല്ലും, അരമണിക്കൂർ ബൈബിൾ വായിക്കും, അച്ഛനെ ഡെയിലി ബ്രെഡ് കേൾക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഒരു കൊന്ത ചൊല്ലും. പിന്നെ ഒരു മണിക്കൂർ നേരം കിടന്നുറങ്ങും. കാരണം ക്ഷീണമായതുകൊണ്ട് പിന്നെ കമ്പനി പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള 1 മണിക്കൂർ നേരം കിടന്നുറങ്ങും. ഇപ്പോൾ എൻ്റെ ശീലം അങ്ങനെയാണ്. ഈശോ എന്നെ ഒരുപാട് ആത്മീയതയിൽ വളരാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ അച്ഛൻ്റെ ടോക്കുകൾ, ധ്യാനങ്ങൾ എല്ലാ ചൊവ്വാഴ്ച ചിലപ്പോൾ കൂടാൻ സാധിക്കില്ല. എന്നാലും ഞാൻ ബുധനാഴ്ച വരെ പോവുള്ളൂ, അതിനപ്പുറത്തേക്ക് പോകില്ല. ചൊവ്വാഴ്ച വൈകിട്ട് അല്ലെങ്കിൽ ബുധനാഴ്ച, ഈ 2 ദിവസങ്ങളിൽ എപ്പോഴേലും അത് കൂടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈശോയും മാതാവും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നത്. അതുപോലെ തന്നെ കാരുണ്യപ്രവൃത്തികൾ എൻ്റെ മുമ്പിൽ കൈ നീട്ടുന്ന ഒരാളെ പോലും ഞാൻ വെറുതെ വിടാറില്ല. പിന്നെ ഞാൻ എല്ലാ മാസവും
ഞങ്ങളുടെ അടുത്തുള്ള ഒരു അനാഥാലയത്തിൽ ഞാൻ വൈഫിൻ്റെ പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്. കുമ്പസാരം എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇംഗ്ലീഷ് മാസമായതുകൊണ്ട് എനിക്ക് കുമ്പസാരിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ എല്ലാ ആഴ്ചയിലും എല്ലാ സൺഡേയിലും മുടങ്ങാതെ കുർബാന കൂടുന്നുണ്ട്. എല്ലാ ദിവസവും ഓൺലൈൻ കുർബാന കൂടുന്നുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ കാരുണ്യപ്രവൃത്തികൾ. മാതാവും ഈശോയും ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. 2 സാമുവൽ 22:7 കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. സജ്മോൻ എന്ന ഈ സഹോദരൻ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഭവങ്ങളെയും ഉടമ്പടിയിലുണ്ടായ കയറ്റിറക്കങ്ങളെയും നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. അമ്മയുടെ അരികിൽ ഓടിയെത്തുമ്പോൾ വളരെ കാര്യമായ 2 ക്ലേശങ്ങൾക്ക് വേണ്ടി, അതിൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് അമ്മയുടെ അരികിൽ ഓടിയെത്തിയത്. ഒന്ന്, കാലിൻ്റെ ഉള്ളിലുള്ള ചൊറിച്ചിലുകൾ. രണ്ടാമത്തത് കലശലായ നടുവേദനയും പ്രയാസങ്ങളും. അമ്മയുടെ അരികിൽ ഉടമ്പടി എടുത്ത് 2നും സൗഖ്യം ലഭിച്ചതിനെക്കുറിച്ച് സഹോദരൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഉടമ്പടി കേവല നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനാ പദ്ധതി അല്ല എന്ന് ജോസഫ് അച്ഛൻ എപ്പോഴും നമ്മളോട് പറയും. നമ്മൾ ഏതെങ്കിലും കാര്യം സാധിച്ചതോടുകൂടി ഉടമ്പടിയും വിട്ട് ദൈവത്തെയും ഉപേക്ഷിച്ച് മാതാവിനെയും വിട്ട് നാം യാത്ര തുടങ്ങിയാൽ നമുക്കത് ആപത്തും ആകുലതകളും പ്രതിസന്ധികളും ജീവിതത്തിലേക്ക് ഇരച്ചു കയറുവാൻ കാരണമാകും. അത്തരം അനുഭവത്തെയാണ് സഹോദരൻ ശരിക്കും സാക്ഷ്യത്തിൽ പങ്കുവയ്ക്കുന്നത്. തിരികെ ഉസ്ബെക്കിസ്ഥാനിൽ പോകുന്നു, ജീവിതം തുടരുന്നു. അവിടുന്ന് പ്രയാസങ്ങളായിട്ടാണ് ഇങ്ങോട്ട് ജോലി ഏതാണ്ട് നിർത്തിപ്പോകുന്നത്. എന്നാൽ ഉടമ്പടിയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ എല്ലാ മേഖലകളെയും അമ്മ മാതാവ് സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് മകനെ അതേ കമ്പനിയിൽ സ്ഥാനക്കയറ്റത്തോടുകൂടി വിളിച്ചുകൊണ്ട് ജോലി കൊടുത്ത് സാമ്പത്തിക മേഖലകളെ സുരക്ഷിതമാക്കുന്നത്. എന്നാൽ നമുക്ക് ലഭിക്കുന്ന ദൈവാനുഭവങ്ങളെ തിരിച്ചറിയുവാൻ നമുക്കെപ്പോഴും ഒരു ജാഗ്രത വേണം. വെറുതെ കിട്ടി, നിസ്സാരമായി കിട്ടി എന്നൊരു മനോഭാവം ദൈവാനുഗ്രഹത്തോട് പുലർത്തിയാൽ അത് നഷ്ടപ്പെടുവാനും ക്ലേശങ്ങളേറുവാനും കാരണമാകും. അതിനെയാണ് സഹോദരൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയത്. തിരികെ ചെന്നു, ജീവിതം അല്പം ആത്മീയതയിൽ നിന്നൊക്കെ മാറിപ്പോയി, മദ്യപാനമൊക്കെ ഇത്തിരി തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് എനിക്കില്ലാതിരുന്ന രോഗങ്ങൾ തിരികെ വരികയാണ് ചെയ്തത്. കാലിൻ്റെ ചൊറിച്ചിലാവട്ടെ, നടുവേദനയാവട്ടെ, അതെല്ലാം തിരികെ വന്ന് ഞാൻ വീണ്ടും ദുരിതത്തിലായി. പ്രിയമുള്ളവരെ, അതൊരു ചെറിയ ഓർമ്മപ്പെടുത്തലാണ്. നീ എങ്ങനെ ആരോഗ്യമുള്ളവനായി, നിനക്കെങ്ങനെ ജോലി ലഭിച്ചു, നീ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നീ എങ്ങനെ എത്തിച്ചേർന്നു, ഇത് ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. നിൻ്റെ കഴിവ് കൊണ്ടല്ല, നിൻ്റെ പ്രാപ്തി കൊണ്ടോ നിൻ്റെ സമ്പത്ത് കൊണ്ടോ അല്ല, എൻ്റെ കരുണ കൊണ്ടും സ്നേഹം കൊണ്ടും അയോഗ്യനായിരുന്നിട്ട് കൂടി, കഴിവില്ലാതിരുന്നിട്ട് കൂടി കൃപയാൽ മാത്രം നീ സ്വീകരിക്കപ്പെടുകയും നിൻ്റെ ജീവിതത്തെ ബലപ്പെടുത്തുകയും ചെയ്തതാണ്. നിനക്ക് ലഭിച്ച കൃപയെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിൻ്റെ ഭൗതികമായ ജീവിതത്തെപ്പോലും നീ തകർക്കുകയല്ലേ ചെയ്യുന്നതെന്ന് ദൈവത്തിൻ്റെ താക്കീതും ചോദ്യവുമാണ് നമുക്കിവിടെയുള്ളത്. അത് യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ടല്ലോ. ദൈവം ഒരു കാര്യം യോനയോട് പറയുന്നുണ്ട്, നിനവയിൽ പോയി അനുതാപത്തെക്കുറിച്ച് വചനം പങ്കുവയ്ക്കുവാൻ. യോന സ്വന്തം ഇഷ്ടപ്രകാരം കപ്പലിൽ കയറി നേരെ എതിർവശത്തേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. ദൈവം ഒരാളെ തൻ്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നാൽ ആ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവികമായ പദ്ധതി നിവർത്തിതമാക്കാൻ വേണ്ടി. സഹോദരൻ പറയുന്നുണ്ട്, അമ്മമാതാവിനെക്കുറിച്ച് നിരന്തരമായ സന്ദേശവും ആലോചനകളും എവിടെ നോക്കിയാലും മാതാവിനെ മാത്രം കാണുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. നമ്മൾ ഓരോരുത്തരും ഈ ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ അമ്മ നമ്മളെ കാണുന്നു, അമ്മ നമ്മളെ ഈ ആലയത്തിലേക്ക് ക്ഷണിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തെ സംരക്ഷിക്കുവാനും ജീവിത വിഷയങ്ങൾക്ക് പരിഹാരം ഒരുക്കി തരുവാനും വേണ്ടി മാത്രമാണ്. അങ്ങനെ അമ്മയുടെ കരവലയത്തിനുള്ളിൽ, സ്നേഹത്തിനുള്ളിൽ, കൃപയ്ക്കുള്ളിൽ ചേർത്തുകൊണ്ട് വരുമ്പോൾ അമ്മയോട് നമ്മൾ പുലർത്തേണ്ട ഹൃദയസ്നേഹത്തിൻ്റെ ഒരു ജീവിതമുണ്ട്. അതിടയ്ക്ക് വെച്ച് നാം ഉപേക്ഷിച്ചാൽ കഷ്ടതകളിലൂടെ ജീവിതം വീണ്ടും ക്ലേശം അനുഭവിക്കേണ്ട അവസ്ഥകളുണ്ടാവും. അതാണ് സഹോദരൻ സാക്ഷ്യപ്പെടുത്തുക. എനിക്കുണ്ടായിരുന്നതൊക്കെ പോയതൊക്കെ മടങ്ങി വന്നു. ആ മടങ്ങി വരവിലാണ് വീണ്ടും തിരിച്ചറിവുണ്ടാകുന്നത്. എൻ്റെ ജീവിതം മാറിപ്പോയി, എൻ്റെ ദൈവത്തെ ഞാൻ മറന്നു,
എൻ്റെ അമ്മ മാതാവിൻ്റെ സംരക്ഷണ ജീവിതത്തിൽ നിന്ന് ഞാൻ തെന്നി മാറി. ഞാൻ അതുകൊണ്ട് തിരികെ വരുന്നു. ഏതൊരു അനുതാപവും നമുക്ക് അനുഗ്രഹമാണ്. എപ്പോൾ നമ്മൾ അനുതപിക്കുവാൻ തയ്യാറാകുന്നുവോ, എപ്പോൾ നമ്മൾ ക്ഷമ ചോദിക്കുവാൻ, ക്ഷമ കൊടുക്കുവാൻ തയ്യാറാകുന്നുവോ, അത് നമുക്ക് നിശ്ചയമായും ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹം കൊണ്ടുവന്നിരിക്കും. സഹോദരൻ നമ്മളോട് പറയുന്നില്ലേ, മരുന്നൊക്കെ അവിടെ ഇരിപ്പുണ്ട്, നേർത്ത വസ്തുക്കൾ മാത്രമേ ഉപയോഗിച്ചുള്ളൂ, ഇന്ന് വരെ വേദനയോ രോഗമോ എന്നെ ബാധിച്ചിട്ടില്ല, ഇന്ന് ഡയറക്ടറായി അതിലും മേലെ എനിക്ക് സ്ഥാനക്കയറ്റം കിട്ടി, ഞാനിന്ന് ജീവിക്കുന്നുവെന്ന് ദൈവസന്നിധിയിൽ എളിമപ്പെടുക, ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് മതിപ്പ് കൊടുക്കുക, ദൈവബന്ധത്തിൽ നിന്ന് അകലാതെ ജീവിക്കുക. അമ്മ മാതാവ് കൂടുതൽ സംരക്ഷണവും കൂടുതൽ ഉയർച്ചയും നൽകി നമ്മളെ നിരന്തരം സഹായിച്ചു കൊണ്ടിരിക്കും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരൻ പങ്കുവയ്ക്കുന്നത്. ഒന്നും നാം നേടുന്നതല്ല, എല്ലാം ദൈവകൃപയാൽ അനുവദിച്ച് ലഭിക്കുന്നതാണ്. ആ ഒരു വിശ്വാസവും ബോധ്യവും ഉണ്ടായാൽ കൂടുതൽ എളിമപ്പെടുവാനും കൂടുതൽ നല്ലവരാകുവാനും ഉടമ്പടി ജീവിതം ദൈവസന്നിധിയിൽ നമ്മളെ എപ്പോഴും ഒരുക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഉടമ്പടി എടുക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് നേടാനല്ല, എൻ്റെ കർത്താവിനെ കൂടുതൽ തീഷ്ണമായി സ്നേഹിക്കുവാനും ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുവാനുമാണ്. അതിന് ഏറ്റവും നല്ല മാതൃക മറിയമാണ്. അതുകൊണ്ട് അമ്മയുടെ കരം പിടിച്ച് ഈ ജീവിതം മുന്നോട്ട് നമുക്ക് സന്തോഷമായി നയിക്കാം. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.